ഹലോ ഗൈസ്, പുതിയവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടിന്, അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ചെയ്യാന്ന് വെച്ച്. പിന്നെ ഒരു കാര്യം പറയാം അതിൻ്റെ ഇടയ്ക്ക്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈഫ് വ്ലോഗ് ആയിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങി. ഇപ്പോൾ ഫുള്ള് റിയാക്ഷൻ വീഡിയോ. അതിൻ്റെ കാര്യം പറയാണ്ട് നിൽക്കാനും പറ്റൂലല്ലോ. കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു വ്ലോഗ് ചെയ്യാനായിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഒന്നാമത്തെ കോളേജ് കാര്യങ്ങളിലായിട്ട് ഫുള്ള് തിരക്കും കാര്യങ്ങളാണ്, അങ്ങനെ കണ്ടന്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മെയിൻ പിന്നെ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഗൈസ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോ നമുക്ക് തിരിയുന്ന ആസാലും മറിയുന്ന ആസാലും ഒന്നുമില്ല. പിന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എല്ലാം തട്ടിക്കൂട്ടി ഇങ്ങനെ ഒരു സംഭവമാണ്. തൽക്കാലം നമുക്ക് ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ. അപ്പം ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ കഴിച്ച് ഞാൻ ഒരു വീഡിയോ കണ്ടിനി. അപ്പൊ ട്രെയിനിലെ ഒരു സ്ത്രീക്ക് സംഭവിച്ച സംഭവമാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോ, എന്നിട്ട് കണ്ടിട്ട് നിങ്ങൾ പറ എങ്ങനെയുണ്ട്. സോറി എന്ന് പറയുന്ന ഒരു വാക്ക് കണ്ടുപിടിച്ച് എന്ത് തെറ്റ് ചെയ്താലും സോറി സംഭവം എന്നാണ് മനസ്സിലായി നിങ്ങൾക്ക്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്ത്രീ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പേപ്പറിൽ നമ്പർ എഴുതിയിട്ട് കൊടുത്തേറ്റാ. അതാ സംഭവം. എന്റെ മോനെ, ഈ സ്ത്രീകൾക്കും ഇപ്പം ചെറിയ മുൻകൂട്ടിയൊക്കെ ഒന്ന് ഏടി ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്ത് ചെയ്യാനാ, എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ തന്നെയാ, എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം നടക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടോക്ക്. എന്റെ മോനെ, എനിക്ക് ഇവന്റെ സോറി കേൾക്കുമ്പോ കുറെ സമയം സോറി 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 എന്ന് പറഞ്ഞു. വായി പറഞ്ഞാൽ സോറി എന്ന് മാത്രം. ഇവൻ തെറ്റ് ചെയ്യുകയും ചെയ്തിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമുണ്ടാ? ഇങ്ങനെയാണെങ്കിൽ എന്താ പറയണ്ടേ, കേട്ടൊക്കെ നിങ്ങൾ. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് നടന്ന കാര്യം. ആ വീഡിയോയില് ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എല്ലാവരും എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നടക്കുന്നത്. പെൺകുട്ടിയൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. എന്ന് വെച്ചിട്ട് ഇവർക്കൊന്നും ഇറങ്ങാണ്ടിരിക്കാൻ പറ്റുമോ? ഒന്നും പറ്റൂല. കാരണം വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ വരെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ അടങ്ങാറ്. കാരണം മോർഫിയ ഫോട്ടോ ഇതന്നെയാ പരിപാടി. ഇവന്മാരെ പോലത്തെ ഏടുന്നാ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാത്ത. ഇവരെല്ലാം മനസ്സിലെന്നാളി. കാരണം വെച്ചാൽ സ്വന്തം പെങ്ങളെ പോലെ കാണേണ്ട ആൾക്കാരല്ലേ ഇതേപോലെ ചെയ്തിട്ട് എന്താ പറയാ, സ്വന്തം ഒരു എന്താ പറയാ യൂട്യൂബർ ഇട്ട വീഡിയോ കണ്ടിന്. അപ്പൊ ആ വീഡിയോ ഒന്ന് ഓൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഓനെ ആ ഗ്രൂപ്പിൽ ഓൻ കയറി നോക്കി. ഓന്റെ അമ്മേനും പെങ്ങളെല്ലാം മോർഫ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടാണ്. ടെലിഗ്രാം ഗ്രൂപ്പാണ്. അപ്പൊ ഓൻ ജസ്റ്റ് ആ ഗ്രൂപ്പിലേക്ക് കയറി നോക്കി സംഭവം ഒന്ന് അറിയാൻ വേണ്ടിട്ട്, ഇത് കാണാൻ വേണ്ടിട്ടായിട്ട്. അതിന് ലിങ്ക് കിട്ടിയപ്പോ ആരെല്ലാം പറഞ്ഞിട്ട് കയറിയത്. അങ്ങനെ ഓൻ കയറിയിട്ട് നോക്കുമ്പോ ആ ഗ്രൂപ്പിൽ കണ്ടപ്പോ തന്നെ ഓൻ ഞെട്ടി. പലതും കണ്ടിട്ട് ഓൻ ഞെട്ടിയിട്ടുണ്ട്. അതെന്തെല്ലാന്ന് എനിക്ക് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ ഗൈസ്, നിങ്ങള് ഇതേപോലെയെല്ലാം ഇപ്പൊ നടക്കുന്നത് നിങ്ങള്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി വന്ന. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.